എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു വീട് വിട്ടെന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് പല്ലവി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബേബി ചേച്ചി പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ, ഇനി അവൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വരത്തില്ല, എന്തായാലും ചെയ്ത് കുറെ കഷ്ടമായി പോയെന്ന് പറഞ്ഞിട്ട് ബേബി ചേച്ചി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലമ്മേ, അതിന് മാത്രം തെറ്റ് സേതുവേട്ടൻ എന്താ ചെയ്തേ, ആ മനസ്സിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ മനസ്സ് നമ്മൾ ആരും കാണാതെ പോയി എന്നൊക്കെ പല്ലവി പറയണേ. ഈ സമയത്ത് പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോണും കൂടെ പിടിച്ചു വാങ്ങി പൂർണിമ. പിന്നീട് ആ ഫോണിൽ നിന്ന് സേതുവിനെ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്ന മറുപടി പറയണേ. ഇത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കലും നമ്മൾ ആരും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെയാ സേതുവേട്ടനോട് ചെയ്തേ, അല്ലെങ്കിൽ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുടുംബത്തിന് വേണ്ട ഇത്രയും കാലം, കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം ജീവിച്ചേനെ, എന്നിട്ട് പോലും ആ മനസ്സ് കാണാൻ പറ്റിയില്ലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി വിഷമിച്ച് അങ്ങോട്ടേക്ക് പോകണം. പൂർണ്ണിമയ്ക്ക് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ അത് പൂർണ്ണിമ പുറത്ത് കാണിക്കുന്നേ ഇല്ല. പിന്നീട് പല്ലവി ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു. ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടാ സേതുവേട്ടൻ ഈ ത്യാഗം ചെയ്തേ, ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നോണ്ടല്ലേ പല്ലവി വെച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കാം. എന്ന് ശ്രീഹരിയോട് ആരാ പറഞ്ഞേ? അല്ലെങ്കിലും എൻ്റെ ഒരു ശാപം പിടിച്ച ജന്മ, ഞാനൊരു അനാഥന, അല്ലെങ്കിൽ തന്നെ ഞാൻ ഉണ്ടായെന്നറിഞ്ഞ ഇപ്പൊ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. അവര് വേറെ കല്യാണം കഴിച്ച് പോയപ്പോൾ എന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊണ്ടാൻ തോന്നുവാണെങ്കിൽ, അവരുടെ അടുക്കളപ്പുറത്ത് പാത്രം കഴിയുകയാണെങ്കിൽ ഞാൻ ജീവിച്ചാണെന്ന് പറയാം. എനിക്ക് അതിനൊന്നും ഒരു മടിയില്ലായിരുന്നു പറയാം. ഇപ്പൊ കണ്ടില്ലേ, അത് കഴിഞ്ഞ ശേഷം സേതുവേട്ടൻ എന്നെ നോക്കി വളർത്തിയത്. ഇപ്പൊ സേതുവേട്ടന് ഒരു ആപത്തുണ്ടായി, അതിന്റെ കാരണം എന്താ? ഞാൻ ശരിയല്ല, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. എന്താ എന്താ ശ്രീഹരി ഇങ്ങനെയൊക്കെ പറയണേ എന്ന് പല്ലവി ചോദിക്കുകയാണ്. സേതുവേട്ടൻ നമ്മളെ ആരെയും കാണാതെ അധികം നാളൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. സേതുവേട്ടൻ ഇങ്ങോട്ട് വരുന്നേ, ധൈര്യമായിട്ടിരിക്കുക. സേതുവേട്ടന്റെ ശ്വാസം ഇപ്പൊ ഈ പൊന്നുപടം വീടാണ്, അതുകൊണ്ട് സേതുവേട്ടൻ ഒരു ആപത്തും വരാനും പോകുന്നില്ല. സേതുവേട്ടൻ നമ്മളാരും ഇല്ലാതെ സേതുവേട്ടൻ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. സേതുവേട്ടൻ നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് അറിയാം എവിടെയാണെങ്കിലും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി സേതുവേട്ടനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണം. വേണ്ട, നിനക്ക് വയ്യാതിരിക്കാൻ സമയമല്ലേ, നീ ഒരിടത്തേക്കും വരണ്ട, അതൊക്കെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പല്ലവി പറയാണ്. ഈ സമയം ശോഭ തന്റെ ആങ്ങളെ രഘുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ രഘു ലണ്ടനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ രഘു, നീ എത്രയും പെട്ടെന്ന് പാറുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നീ പാറുവിനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. എന്താ ചേച്ചി പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഒരു ബന്ധത്തെക്കുറിച്ച്, ആ ഇന്ദ്രന്റെ അനിയനുമായിട്ടുള്ള, അത് ഒന്നിനൊന്നിന് വഷളായിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അവൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, നമ്മുടെ പാറുവിനെ നമുക്ക് നഷ്ടമാവെന്ന് പറയണം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആയിക്കൊള്ളാന്ന് പറയണം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷം ഇതൊക്കെ തന്നെയാടാന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് നിന്നോട് പറയാൻ. ദേ, നിന്റെ ഭാര്യ അറിഞ്ഞു കഴിയുമ്പോ തന്നെ മിക്കവാറും ഇതിനെ എതിർക്കാൻ വഴിയുണ്ടെന്ന് പറയണം. അവളുടെ എതിർപ്പൊക്കെ ആര് നോക്കണം എന്ന് ചോദിക്കുകയാണ്. നീ ഇതൊക്കെ പറയും, നിനക്ക് നിന്റെ ഭാര്യനെ പേടിയാന്നുള്ള കാര്യം എനിക്കറിയാലോ. പക്ഷെ എങ്കില് എന്തെങ്കിലും ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അവിടെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുത്താൽ മതി പറയാം. പിന്നല്ലാതെ, അതെ ചേച്ചി, ഈ പറയുന്ന ഇവിടുത്തെ പ്രസിഡന്റ് ഞാനിവിടെ നല്ല കമ്പനിയിലാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഉറപ്പായിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളാം, അവൾക്ക് വിസയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് അവളെ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറയണം. എന്നും പറഞ്ഞു കുറെ അങ്ങനെ തള്ളും കൂടെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ശോഭ കോള് കെട്ടിയതു. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് രഘു അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട് പല്ലവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പല്ലവിയുടെ അരിയിലേക്ക് ശ്രീഹരിയും അച്ചും കൂടെ വരുവാണ്. അച്ചു വന്നിട്ട് പല്ലവിച്ച് വിഷമിക്കണ്ട, നമുക്ക് സേതുവേട്ടൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്താന്ന് പറയണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, ഞാൻ കണ്ടെത്തിക്കോളാം മോളെ, എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറയണം. പാവം സേതുവേട്ടൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു, ഞാനും ശ്രീഹരിയും കാരണമല്ലേ, ഞങ്ങൾ എന്നാൽ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും മാറിക്കോളാം, ഇനി ഞങ്ങൾ കാരണം ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, സേതുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ ആരും ഈ വീട്ടിൽ നിന്ന് പോകാൻ ഒരിക്കലും ഒരിടത്തേക്കും പോകാനായിട്ട് പാടില്ല എന്ന് പറയണം. സേതുവേട്ടനും കൂടെ ഈ വീട്ടിലേക്ക് വന്നാലും വീട് ഒരു പൂർണ്ണമാവുള്ളൂ എന്ന് പറയണം. അധികം വൈകാതെ ഞാൻ സേതുവേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, ഞാനും കൂടെ വരാം. വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സേതുവേട്ടൻ ഈ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ കാണുമെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് കയറി പോവാ. ഈ സമയം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഋതു ഇരിക്കുകയാണ്. ഋതുവിന്റെ അടുത്തേക്ക് സ്വാതി വന്നിട്ട് പറഞ്ഞു, അല്ല ചേച്ചി എന്താ ഉറങ്ങിയില്ല? എനിക്ക് ഞാൻ ഉറങ്ങിയില്ല, നീ എന്താ ഉറങ്ങാത്തെ? എനിക്ക് ഉറക്കം വന്നില്ല, ഈ വീട്ടിലിപ്പോൾ ആർക്കും ഉറക്കമില്ലാത്ത അവസ്ഥയായി പോയി കാര്യങ്ങളെന്ന് പറയണം. കേട്ടവർ ഇത് പറഞ്ഞു, അത് ശരിയാ, അല്ല ചേച്ചിയല്ല ഇതിനെല്ലാം കാരണക്കാരെന്ന് ചോദിക്കാം. അത് പിന്നെ സ്വാതി നിനക്കറിയാലോ, ഞാൻ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ സേതു എന്ന് പറയുന്നവൻ വന്നതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ശ്രീഹരിയുടെ വരവ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബന്ധമായിരുന്നത്. അപ്പൊ ആ കല്യാണം മുടക്കാണ്ട് ഞാൻ നോക്കിയത് അത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ
ഒരിക്കലും തെറ്റാന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ ഈ കുടുംബത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സാധ്യ ചേച്ചി പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേങ്കിൽ ആ സേതുമാധവൻ ഇനി തിരിച്ചു വന്നാലോ, വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് കുറെ സമാധാനം കിട്ടിയെന്ന് പറയാണ്. പക്ഷെ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പറയണ. അത് ശരിയാ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഞാൻ അച്ചുവിന്റെ ജീവിതം നശിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത് കേട്ട സ്വാതി പറഞ്ഞു, പക്ഷെ ചേച്ചി ആഗ്രഹിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ എന്ന് പറയണം. അച്ചു ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളുടെ മുകളിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ സേതുവണ്ണനെ ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചോട്ടും കൂടി ഇരിക്കുക ചേച്ചി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് അത് താങ്ങാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഈ സമയം ഋതു പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്നോട് ദേഷ്യമായി കാണും. ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട്. ഓരോന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ നെഞ്ചു പൊട്ടി പോവാ. ഈ സമയത്തായിരുന്നു അച്ഛനെ കുടുംബത്തിൽ വേണ്ടിയിരുന്നത്. അച്ഛനുണ്ടാവുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ചിലപ്പോൾ സാധു പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ഋതു പറഞ്ഞു, ഞാൻ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞങ്ങ് ചെല്ലുവാണ്. മുറിയിലേക്ക് ഇന്നേമ്പത്തിനും പൂർണ്ണിമ അവിടെ കിടക്കുമായിരുന്നു. പിന്നീട് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ സോറി അമ്മയെന്ന് പറയടാ, ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ ഓരോന്നും ചെയ്തേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷ കത്തിക്കാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, നീ ഓട്ടോറിക്ഷ കത്തിക്കാൻ പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്താ തല്ലിപ്പൊളിക്കാൻ പറഞ്ഞില്ലേ, അത് പിന്നെ അമ്മേ ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. അച്ഛൻ്റെ ജീവൻ നശിക്കാനുള്ളത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സഹിച്ചില്ല. പാവല്ലേ നമ്മുടെ അച്ചു, അവൾക്ക് ശ്രീഹരിയെപ്പോലുള്ള ഭർത്താവിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നമ്മളായിട്ട് അവളുടെ ജീവിതം തല്ലിക്കെടുത്തുവാണല്ലോ എന്നൊരു വിചാരം അച്ഛനുണ്ടായാലും അച്ഛൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മുടെ അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ. അപ്പം അച്ഛൻ്റെ കല്യാണം ഗംഭീരമാക്കണം എന്നൊക്കെയുള്ള ഒന്നും നടന്നില്ലോ അമ്മേ. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. പക്ഷെ നീ ചെയ്യാൻ പോയതുണ്ടല്ലോ അത് ശുദ്ധ മണ്ടത്തരമാന്ന് പറയണം. അത് പിന്നെ അമ്മ എൻ്റെ അപ്പോഴത്തെ വിഷമം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. വിഷമം കൊണ്ട് മറ്റാർക്കും വിഷമമില്ലെന്ന് കരുതിയോ? ആത്മഹത്യ എന്ന് പറഞ്ഞ വിഷമം വരുമ്പം ചെയ്യാനുള്ളതാണോ? ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതങ്ങോട്ട് തല്ലിക്കിടത്താണ് നിന്റെ ശ്രമം എന്നൊക്കെ ചോദിക്കുക. അത് പറഞ്ഞ അമ്മേനോട് ക്ഷമിക്കുക. അതെ, മാപ്പ് തരേണ്ട ഞാനല്ല, അച്ചുവാണ്. അവളോട് പോയി മാപ്പ് ചോദിക്കുക. അവൾക്കെല്ലാം നഷ്ടങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. നീ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറയണേ. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഞാൻ അച്ചുവിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഉൾക്കൊള്ളും തോന്നില്ല അമ്മയെന്ന് പറയണേ. പെട്ടെന്ന് തന്നെ പൂർണ്ണം പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചു നിന്റെ ചേച്ചിയാന്ന് ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അല്ലാതെ ചുമ്മാ എടി പൊടി വാടി ബന്ധമല്ല. ഇനിയിപ്പം അവിടെ ഒരു ഭാര്യയാണ്, അതൊക്കെ നിന്റെ മനസ്സിൽ ഓർമ്മ വേണമെന്ന് പറയണം. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ഋതു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. ആ സമയം സേതു ഇങ്ങനെ നടക്കുവാണ്. സേതുവിന് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്ക് സേതുവിന് പരിചയമുള്ളൊരു ഓട്ടോറിക്ഷക്കാരൻ വരുവാണ്. ആഹാ സേതു, ഇതങ്ങോട്ട് പൊന്നുമടത്തിലേക്കാണോ? ബാ കയറി, ഞാൻ കൊണ്ടുവിടാന്ന് പറയണേ. വേണ്ടാന്ന് പറയണേ. എന്താ സേതു വീട്ടിലേക്ക് പോകുന്നില്ലേ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം തന്നെ വരും, ഒന്ന് കണ്ടിട്ടു. ഓ അങ്ങനെയല്ലേ, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അയാള് പെട്ടെന്ന് ചോദിച്ചു, അല്ല സേതു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സേതുവിൻ്റെ വീട്ടിൽ? എന്ത് പ്രശ്നം? അല്ല സേതുവിൻ്റെ മുഖത്ത് എന്തൊക്കെയോ സങ്കടം കാണുന്നു. എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ എന്നോട് പറയണ്ട എന്ന് പറയണേ. ഒരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. സേതുവിന് എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷെ എവിടെ പോയാലും സമാധാനം കിട്ടുന്നുണ്ടായിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര സമയമായി, എന്നിട്ട് പോലും ഒരു സമാധാനത്തോടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഒരു സേതു ഒരു കടപ്പുറത്തേക്ക് പോവാണ്. അവിടെ പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, താൻ എന്തിനു വേണ്ടി എത്രയും കാലം അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്നേ, അവര് തനിക്കൊരു കറിവേപ്പിലയുടെ വില പോലും തന്നില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പോൾ താൻ ആ പൊന്നുമടത്തിലേക്കില്ല, അല്ലെങ്കിൽ എന്തിനു പോകണം, തൻ്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ സേതുവിൻ്റെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം പല്ലവിയുടെ രൂപവും പല്ലവിയും മിക്കവാറും ഇപ്പം അവരെയൊക്കെ മാനേജ് ചെയ്യാൻ നല്ലതായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. കാരണം എല്ലാ കുറ്റങ്ങളും വേണമെങ്കിൽ ഈ പല്ലവി തന്നെ ഏറ്റെടുക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷന് ഉണ്ടാകുവാണ് സേതുവിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പോൾ ആ ചാനലിനകത്താണ് ഇഷിതയുടെയും മഹേഷിൻ്റെയും വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ചാനലുകളുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാനൽ മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.